നമസ്കാരം ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ കുറച്ച് പര്യായ പദങ്ങളും കുറച്ച് ശൈലികളും ആണ് നോക്കുന്നത്. ആദ്യം നമുക്ക് ശൈലികൾ നോക്കാം. നെല്ലിപ്പലക കാണുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അവസാനത്തെ ലെവൽ കാണുക. പലപ്പോഴായിട്ട് നമ്മൾ ക്ഷമയുടെ അവസാനത്തെ ലെവൽ കണ്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് നെല്ലിപ്പലക കാണുക എന്നത്. അപ്പോൾ നെല്ലിപ്പലക കാണുക എന്ന് പറഞ്ഞാൽ അവസാനം കാണുക. താളം ചവിട്ടുക. താളം ചവിട്ടുക എന്ന് പറഞ്ഞാൽ വിഷമിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചക്രം ചവിട്ടുക എന്ന പ്രയോഗം കേട്ടിട്ടുണ്ടോ? ചക്രം ചവിട്ടുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. കാട് കാട്ടുക. കാട് കാട്ടുക എന്ന പലപ്പോഴായി ഈ പ്രയോഗം കേട്ടിട്ടുണ്ടാകും. അബദ്ധം കാട്ടുന്ന സന്ദർഭങ്ങളിൽ ആണ് കാട് കാട്ടുക എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അബദ്ധം പ്രവർത്തിക്കുന്ന സമയത്ത് കാട് കാട്ടുക എന്ന് ശൈലി ഉപയോഗിക്കാം. ദൂർത്തടിക്കുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം ആണ് കടലിൽ കൈ കഴുകുക. ഉള്ളം കലങ്ങുക എന്ന് വെച്ചാൽ വിഷമിക്കുക. ഊർധഗതിയെ പ്രാപിക്കുക എന്ന് വെച്ചാൽ നശിക്കുക. നശിക്കാറായിട്ടുള്ളവ നശിക്കുക, ഊർധഗതിയെ പ്രാപിക്കുക. ഇനി നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം. ആമോദം, ഹർഷം. സന്തോഷം, ആമോദം, ഹർഷം. ശോണിതം, രുധിരം. എന്തിൻ്റെ പര്യായ പദം ആണ്? രത്നത്തിൻ്റെ പര്യായ പദം ആണ് ശോണിതം, രുധിരം. സൂര്യൻ, ദിനകരൻ, ദിവാകരൻ. ആദിത്യൻ, ഭാസ്കരൻ. മാർത്താണ്ഡൻ, രവി. വനം. വനത്തിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? കാനനം, അടവി. ആരണ്യം, ഗഹനം. ശത്രു, രിപു, വൈരി. ശബ്ദം, ആരവം, രവം, ഒലി. ശരീരം, ഗാത്രം, കളേബരം, വിഗ്രഹം. സിംഹത്തിൻ്റെ പര്യായ പദം അതോ? പാഞ്ചാസ്യൻ, പഞ്ചനകൻ, കേസരി. സ്വർഗം, നാഗം, ദിവം. സ്ത്രീ, യോഷ, അബല, അങ്കന, നാരി. സ്വർണത്തിൻ്റെ പര്യായ പദം എന്തൊക്കെയാണ്? കനകം, ഹേമം, ഹീരണ്യം. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ കനകം യാതൊരു കാരണവശാലും മറക്കരുത്. തേരാളി, സുതൻ. നാവിൻ്റെ പര്യായ പദമോ? ജിഹ്വ, രസന. നക്ഷത്രത്തിന്റെ പര്യായ പദം എന്താണ്? താരം, താരകം, ഉടു. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് ശൈലികളും അതുപോലെ തന്നെ കുറച്ച് പര്യായ പദങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഹാപ്പി ഡേ.